ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായി നമഃ. ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ പിണ്ടനന്ദി എന്ന കൃതി ശ്രവിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും എന്റെ വിനീത നമസ്കാരം. നമുക്ക് ആദ്യ മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം പേരുമൻ പൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയുമങ്ങു ശംഭൂ. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരുമൻ പൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയുമങ്ങു ശംഭോ. ശംഭോ മംഗളത്തെ മാത്രം ഭവിപ്പിക്കുന്ന, ആരാണ് ഈ മംഗളത്തെ മാത്രം ഭവിപ്പിക്കുന്നത്? ശിവൻ അല്ലെ. ഗർഭത്തിൽ വെച്ച്, ഗർഭത്തിൽ കിടക്കുന്ന അവസരത്തിൽ പിണ്ടം, ഭ്രൂണം എല്ലാം തന്നെ എപ്പേരും എല്ലാ തരത്തിലും അൻപോടും കാരുണ്യത്തോടു കൂടി വളർത്തിയെടുത്ത കൃപാലുവല്ലി, കൃപാലുവാണല്ലോ അവിടുന്ന് കൽപ്പിച്ച പോലെ, അങ്ങ് തീരുമാനിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒന്നിച്ചു പറയണമെങ്കിൽ കൽപ്പിച്ച പോലെ വരുമെന്ന്, അങ്ങ് തീരുമാനിക്കുന്നത് പോലെ മാത്രമേ എല്ലാം സംഭവിക്കുള്ളൂ എന്ന് നനച്ചു കണ്ടിട്ട്, ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അർപ്പിച്ചിടുന്ന അടിയനൊക്കെയും അങ്ങ്, ഈ അടിയൻ സകലതും അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. അല്ലയോ ശംഭോ, എപ്പോഴും നല്ലത് മാത്രം ഭവിപ്പിക്കുന്നവനെ, ഗർഭത്തിൽ കിടന്ന അവസരത്തിൽ എന്റെ പിണ്ടത്തെ അഥവാ അടിയന്റെ ഭ്രൂണത്തെ എല്ലാവിധ കരുതലോടും കൂടി കാരുണ്യപൂർവ്വം വളർത്തിയെടുത്ത കൃപാലുവാണല്ലോ അങ്ങ്. അവിടുന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ നടപ്പിലാകൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അങ്ങയിൽ ഞാൻ എന്റേതായ എല്ലാം സമർപ്പിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ പിണ്ടം എപ്പോൾ ഉണ്ടാകുന്നുവെന്ന് അച്ഛനോ അമ്മയ്ക്കോ അറിയില്ല. അങ്ങ് കാരുണ്യത്തോടുകൂടി വളർത്തിയെടുക്കുന്നതിന്റെ ആ മഹാത്മ്യം ചിന്തിക്കുന്തോറും അതിശയോക്തി തന്നെയാണ്. ഗർഭത്തിൽ കിടക്കുമ്പോഴും പിറന്നു കഴിഞ്ഞതിന് ശേഷവും ഇമ ചിമ്മാതെ അടിയന്റെ പിണ്ടത്തെ കാത്തു സൂക്ഷിച്ച അങ്ങയോട് എങ്ങനെ, ഏതു വിധം ആണ് ഞാൻ നന്ദി പ്രകടിപ്പിക്കേണ്ടത്? ഈ ഭക്തൻ ഭഗവാന്റെ മുന്നിൽ അർപ്പിക്കുന്നത് സ്വന്തം ശരീരം മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവനും ആണ്. ഒന്നിനെയും വേറിട്ട് കാണാതെ എല്ലാം ഒന്നായി കണ്ട് സർവവും അർപ്പിക്കുകയാണ്. ഗർഭത്തിൽ ഒരു ഭ്രൂണം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അതിന് കാരണക്കാരായ അച്ഛനമ്മമാർ പോലും അങ്ങനെയൊന്നും സംഭവിച്ചിരിക്കുന്നു എന്നറിയുന്നില്ല. വളരെ നാൾ കഴിഞ്ഞിട്ടാണ് അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വളർച്ചയ്ക്ക് പോഷകാഹാരം, പ്രാണവായു തുടങ്ങിയ പല ഘടകങ്ങളുടെ ഒത്തുചേരൽ ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതൊക്കെ അമ്മയുടെ ശരീരത്തിൽ നിന്നും ഭ്രൂണം സ്വീകരിക്കുന്നു എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പൊ അത് സംഭവിക്കുന്നതിന് അവസരം നൽകുന്ന ശരീര അവയവങ്ങളുടെ ഘടനയും പ്രവർത്തന സ്വഭാവവും ഒക്കെ കണ്ടെത്തിയിട്ടുമുണ്ട്. എന്നാലും അത്തരത്തിലുള്ള സംവിധാന ക്രമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അറിവിനെ പറ്റി നമുക്കൊന്നും അറിഞ്ഞുകൂടാ. തന്നെയല്ല, ഈ സംവിധാന ക്രമം ങ്ങളൊക്കെ ഉപകരണമാക്കിക്കൊണ്ട് ഭ്രൂണത്തിന് വേണ്ടതെല്ലാം അമ്മയിൽ നിന്ന് സംക്രമിച്ചു കൊടുക്കുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചാൽ ഒരു ഉത്തരമേ അതിന് പറയാനുള്ളൂ. അത്ഭുതകരമായ ഒരു കൃപ മാത്രമാണത്. ആ കൃപയുടെ ഉടയവനായി ഇവിടെ ശംഭുവിനെ ഭാവന ചെയ്യുന്നു. ഗർഭത്തിൽ കിടക്കുമ്പോഴും പിറന്നു കഴിഞ്ഞതിന് ശേഷവും വ്യക്തിസത്തയ്ക്ക് മറ്റൊരാശ്രയമില്ല.
ബ്രഹ്മാണ്ട ഗർഭത്തിനുള്ളിലാണ് സകല പിറവിയും സംഭവിക്കുന്നത്. ആ ഗർഭത്തിനും മറ്റൊരാശ്രയമില്ല. അതുകൊണ്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയുമങ്ങ് എന്ന് പറയുമ്പോൾ ഭക്തൻ ഭഗവാന്റെ മുമ്പിൽ അർപ്പിക്കുന്നത് തന്നെ മാത്രമല്ല സമസ്ത പ്രപഞ്ചത്തെയുമാണ്. ആ കൃപാലു നിശ്ചയിക്കുന്നത് പോലെ അല്ലാതെ പിണ്ടാണ്ട ഗർഭത്തിലോ ബ്രഹ്മാണ്ട ഗർഭത്തിലോ യാതൊന്നും സംഭവിക്കുന്നില്ല. രണ്ടിടത്തും എന്ത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനുഷ്യൻ ഒരു കാലത്തും കണ്ടെത്തുകയില്ല. ആ നിസ്സഹായതയിലാണ് സകലതും ഭഗവാന്റെ മുമ്പിൽ അർപ്പിക്കുന്ന ഭക്തിഭാവം ഉണ്ടാകുന്നത്. അതിനെ പ്രപത്തി എന്നാണ് സാധാരണ വിളിച്ചു പോരുന്നത്. ജ്ഞാനിയുടെ അദ്വൈത ദർശനം കൂടി അതിൽ ധ്വനിക്കുന്നുണ്ട്. ഞാൻ വേറെ, ലോകം വേറെ, ഭഗവാൻ വേറെ എന്ന ധാരണയുള്ളത് അജ്ഞാനിക്കാണ്. തന്നിലെ അജ്ഞാനത്തെ അയാൾ കണ്ടെത്തി തന്നെയും ലോകത്തെയും ഭഗവാനിൽ നിന്ന് വേറല്ലാതെ കാണുമ്പോൾ അയാൾ ജ്ഞാനിയായി. അർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങു ശംഭോ എന്ന വാക്കുകളിൽ ദ്വൈതാനുഭവത്തിന്റെ തലത്തിൽ നിന്നും അദ്വൈതാനുഭൂതിയുടെ തലത്തിലേക്കുള്ള ഈ ഉദ്ഗതി കൂടി ധ്വനിക്കുന്നുണ്ട്. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം പേരുവൻ പൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയുമങ്ങു ശംഭോ. അപ്പോൾ നമുക്ക് ഈ പദ്യം ഏകദേശം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം രണ്ടാമത്തെ മന്ത്രത്തിലേക്ക് കടക്കാം. നന്ദി, നമസ്കാരം. ഗുരു.